ഗോവയിൽ നിന്ന് ഏകദേശം 400 കോടിയുടെ നിരോധിത കറൻസി നോട്ടുകളുമായി കർണാടകയിലേക്ക് പോയ 2 ട്രക്കുകൾ കാണാതായി മാസങ്ങൾ കഴിഞ്ഞിട്ടും വിവരമൊന്നുമില്ല. 2023 മെയ് മാസത്തിൽ നിരോധിച്ചതും ഇപ്പോഴും മാറ്റിയെടുക്കാവുന്നതുമായ 2000 രൂപ നോട്ടുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 16 നടന്ന സംഭവം പുറത്തായത് ഈ മാസം 1-നാണ്. അതും മഹാരാഷ്ട്രയിലെ നാസിക് സ്വദേശി സന്ദീപ് പാട്ടീൽ എന്നയാൾ നാസിക് പോലീസിൽ പരാതി നൽകിയതോടെ. ഗോവയിൽ നിന്ന് കർണാടകയിലേക്ക് പോയ ട്രക്കുകൾ കർണാടക, മഹാരാഷ്ട്ര, ഗോവ അതിർത്തി പ്രദേശവും കർണാടകയിലെ ബെലാഗവി ജില്ലയിൽപ്പെട്ട ഖാനാപൂർ താലൂക്കിലെ വനമേഖലയുമായ ചൊർലാഘട്ടിൽ നിന്നാണ് കാണാതായത്. അതിനാൽ തന്നെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങളിലെ പോലീസ് സംഘം സംയുക്തമായാണ് കേസ് അന്വേഷിക്കുന്നത്. രാജ്യത്തെ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണം കവർച്ചയാണത്. മഹാരാഷ്ട്രയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ കിഷോർ ഷെട്ടിയുടേതാണ് കാണാതായ ക്യാഷ് കണ്ടെയ്നറുകളെന്ന് മഹാരാഷ്ട്ര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വിനിമയം നിരോധിച്ചെങ്കിലും ചെറിയ തുകകളായി മാറ്റിയെടുക്കാമെന്നിരിക്കെ കാണാതായ 2000 കറൻസി നോട്ടുകൾ അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതായി സൂചനയുണ്ട്. മഹാരാഷ്ട്രയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ അവർ വിസമ്മതിക്കുന്നു. പണത്തിന്റെ ഉറവിടം, അത് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയതിന്റെ ഉദ്ദേശം, എന്തിനു ഉപയോഗിച്ചു എന്നിവയാണ് SIT പ്രധാനമായും അന്വേഷിക്കുക. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കണക്കിൽപ്പെടാത്ത ഇത്രയും വലിയ പണത്തിന്റെ കൈമാറ്റം, നിയമപാലകരുടെ പങ്കാളിത്തം, രാജ്യത്തെ ഏറ്റവും വലിയ പണം കൊള്ള നടന്നിട്ടും പുറത്തുവരുന്നതിലുണ്ടായ കാലതാമസം എന്നിവയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്.